ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വിഷ്ണുയോഗിയുടെ 11ാമത്തെ ലെസണാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വിഷ്ണുയോഗിയിൽ കൂടെ നമ്മൾ 3 അധ്യായങ്ങൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ അധ്യായം ഭക്തി യോഗമായിരുന്നു. രണ്ടാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലാണ് നമ്മളിപ്പോൾ. കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ്. ഈശ്വരൻ അന്തർയാമിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ നമ്മളെ അനുഗമിക്കുകയും നമ്മുടെ ശരീരത്തിനുള്ളിലെ എല്ലാ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നമ്മുടെ ജീവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ പൂർണ്ണ ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആ ശക്തി വിശേഷതയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. ആ ഈശ്വരൻ നമ്മളോട് എപ്പോഴും ഉണ്ട്. ആ ഭഗവാനെ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഈ വിഷ്ണുയോഗ പഠിക്കുന്നത്. വിഷ്ണുയോഗ പഠിക്കുന്നതിൽ കൂടി നമ്മൾക്ക് ഈശ്വര ദർശനം കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം കിട്ടുകയും അല്ലെങ്കിൽ മുക്തി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈശ്വരൻ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മനുഷ്യരായി ഇരിക്കുന്ന നമ്മളുടെ സ്വകർമ്മങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്വന്തം കർമ്മങ്ങൾ. ഇതിൽ ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ആരാധന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തീരെ കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് സത്യത്തിൽ ശീലിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ അതിനുള്ള അവസരമൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും കിട്ടാറില്ലെങ്കിലും ഇനിയും സമയം ബാക്കിയുണ്ട്. നമ്മൾ അപ്പോൾ ആരാധന നിർബന്ധമായും ചെയ്യണം. ആരാധന ചെയ്യേണ്ടത് നമ്മളെ സൃഷ്ടിച്ച ഈശ്വരനെയാണ്. നമ്മുടെ കൂടെ ജീവനായി അല്ലെങ്കിൽ പ്രാണനായി ഇരിക്കുന്ന ഭഗവാനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ ആദ്യത്തേത് ഭക്തിയാണ്, രണ്ടാമത്തേത് കർമ്മമാണ്. ഭക്തിയിൽ കൂടിയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമമാണ്. നമുക്ക് നമ്മളോട് തോന്നുന്ന, നമ്മുടെ ഉള്ളിരിക്കുന്ന ഈശ്വരനോട് തോന്നുന്ന പ്രേമത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി നമ്മളോട് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരോടും മറ്റ് സഹജീവികളോടും നമ്മൾ കാണിക്കേണ്ട ഒരു വികാരമാണ് ഭക്തി. ഭക്തി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഈ ലോകം മൊത്തം പ്രവർത്തിക്കുന്ന കർമ്മം ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അല്ലെങ്കിൽ മുട്ടുസൂചി തൊട്ട് എയ്റോപ്ലെയിൻ വരെ നമ്മുടെ സുഖലോലുപമായ ജീവിതത്തിന് ആവശ്യമാണ്. ഇതെല്ലാം ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പം നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം, അതുപോലെ ജോലി ചെയ്യണം. നമ്മുടെ നിത്യവൃത്തിക്കായിട്ടുള്ള ജോലി ചെയ്ത് കാശുണ്ടാക്കി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. നമുക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവ വേണം. ഇതിനെല്ലാം നമുക്ക് കാശുണ്ടായേ പറ്റുള്ളൂ. അതിന് നമ്മൾ കർമ്മം ചെയ്യണം. ആരാധന ചെയ്യുന്നത് ഭഗവാനോടുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. അതായത് നമുക്ക് വേണ്ടി എല്ലാം നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനോടുള്ള നന്ദി രേഖപ്പെടുത്തലാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന നമുക്ക് ഏകീകരിക്കാൻ സാധ്യമല്ല. ലോകത്തിലുള്ളവരെല്ലാം ഒന്നിനെ തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ ഒരേ വസ്ത്രം എല്ലാവരും ഇടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരേ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരേ വീടുകൾ എല്ലാവരും പണിയണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇതെല്ലാം എല്ലാവരുടെയും ചോയ്സാണ്. അപ്പോൾ ആരാധന തന്നെ നമുക്ക് ഈ ലോകത്തിൽ മൊത്തമുള്ള ആരാധനയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് ഭഗവാൻ നാരായണൻ എന്ന് പറയുന്നത് ഏകം ആണെങ്കിലും അവിടുന്ന് 3ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ സ്വഭാവ സവിശേഷതകളായിട്ട് അവിടുന്ന് 3ആയിട്ട് പിരിഞ്ഞിരിക്കുന്നു. വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ. ഇതിനെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. അതുതന്നെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ. പിതാവായിട്ടിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. പുത്രനായിട്ടിരിക്കുന്നത് ബ്രഹ്മാവാണ്. പിന്നെ അതായത് സംഹാരമൂർത്തിയായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായിട്ടിരിക്കുന്ന ശിവനാണ്. ഇപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജനനം, ജീവിതം, മരണം, ജലം, അതായത് ദ്രാവകം, ഖരം, വാതകം, ഈ 3 അവസ്ഥകളും നമുക്കുണ്ട്. നമ്മൾ ആദ്യം ജനിക്കുന്ന ദ്രാവകത്തിലാണ്, ദ്രാവകമായിട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ ജീവിതം വരുമ്പോൾ ഖരമായിട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ വാതകമായിട്ട് മാറുന്നു. മരിക്കുമ്പോൾ വാതകമായിട്ട് മാറുന്നുണ്ട്. അപ്പം ജനനം, മരണം, ഇത് നമ്മൾ എല്ലാവർക്കുള്ള, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്. ഈ പ്രപഞ്ചത്തിന് പോലും ജനനവും മരണവും ഉണ്ട്. അപ്പം ജനനത്തിന് ഒരു ഭഗവാനുണ്ട്, മരണത്തിന് ഒരു ഭഗവാനുണ്ട്. അതാണ് ഒന്ന് വിഷ്ണുവും ഒന്ന് ശിവനും. ഒരാൾ സൃഷ്ടി ചെയ്യുന്ന സൃഷ്ടാവും മറ്റൊരാൾ സംഹാരമൂർത്തിയുമാണ്. അതുപോലെ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആരാധനാ സങ്കല്പമാണ് ബ്രഹ്മാവ്. അപ്പം 3 ആരാധനകളുണ്ട്: വിഷ്ണു ആരാധന, ബ്രഹ്മാരാധന, ശിവാരാധന. ഇത് ഒന്ന് സാത്വികമായ ആരാധന, ഏറ്റവും പരിശുദ്ധമായ ആരാധന, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് വിഷ്ണു ആരാധന. രണ്ടാമത്തേത് രാജസമായ ആരാധന, സാധാരണ മനുഷ്യൻ്റെ ആരാധന രാജസമായ ആരാധന, അതായത് ബ്രഹ്മാരാധന. മൂന്നാമത്തെ ശിവാരാധന, അതിന് താമസ ആരാധന എന്നാണ് പറയുന്നത്. വിഷ്ണു ആരാധനയിൽ നമ്മൾ ഭക്തി കൊണ്ടും കർമ്മം കൊണ്ടും ഭഗവാനെ ആരാധിക്കാതെ വർക്ക് ഈസ് വർഷിപ്പ് ആൻഡ് ഡ്യൂട്ടി ഈസ് ഗോഡ്, നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കുക, കീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഇതിനകത്ത് ഒരു പൂജയുടെയോ ജപത്തിൻ്റെയോ ധ്യാനത്തിൻ്റെയോ ഹോമത്തിൻ്റെയോ ബലിയുടെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഭക്തിയും കർമ്മവും സങ്കീർത്തനങ്ങളും മാത്രം മതി
വിഷ്ണു ആരാധനയ്ക്ക്. രണ്ടാമത്തെ ബ്രഹ്മാരാധനയാണ്. ബ്രഹ്മാരാധനയിൽ നമ്മൾ എല്ലാ ദൈവങ്ങളെയും, സകല ദൈവങ്ങൾ, എന്തെല്ലാം ദൈവസങ്കല്പങ്ങളുണ്ടോ 33 ദേവകളെയും പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനയാണ് ബ്രഹ്മാരാധന. അത് നമ്മുടെ ഹിന്ദു മതത്തിലാണ് അത് കൂടുതലായി കണ്ടുവരുന്നത്. അവിടെ ശിവാരാധനയുണ്ട്, വിഷ്ണു ആരാധനയുണ്ട്, ബ്രഹ്മാരാധന എല്ലാം മിക്സപ്പ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഹിന്ദു മതത്തിനെ ഒരിക്കലും നമുക്ക് ഏകീകരിക്കാൻ സാധ്യമല്ല. അതുപോലെ മൂന്നാമത്തെ ആരാധനയാണ് ശിവാരാധന. ഇതിനെ താമസ ആരാധന എന്ന് പറയുന്നു. ഇതിൽ ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം എന്നും ഉണ്ട്. പണ്ട് നമ്മൾ കേട്ടില്ലേ സതി, ചൈൽഡ് മാരേജ് എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ ആ സതി എന്ന് പറഞ്ഞ ശിവന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു. ആ സതിയുടെ വിയോഗം, അതിന്റെ കഥകളൊന്നും പറയാൻ നമുക്കിപ്പോൾ സമയമില്ല. സതിയെ സ്മരിച്ചുകൊണ്ടുള്ളതാണ് സതി എന്ന് പറഞ്ഞ ഒരു ആചാരം ഇന്ത്യയിൽ നിലവിലിരുന്നത്. ബ്രിട്ടീഷുകാർ ആരാധനയൊക്കെ ഇല്ലാതാക്കി ശൈശവിവാഹവും നിർത്തലാക്കി. എന്നാൽ ഇന്നുമുണ്ട് ലിംഗപൂജ, യോനി പൂജ, നഗ്നപൂജ, പിന്നെ അതുപോലെ ലിംഗ പരിച്ഛേദനം, അതുപോലെ നരബലി, മൃഗബലി, പക്ഷിബലി, ശത്രുസംഹാര പൂജ, മൃത്യുഞ്ജയ ഹോമം, സാത്താൻ സേവ, ചാത്തൻ സേവ, കുട്ടിച്ചാത്തൻ സേവ, മാടൻ, ഒടിയൻ, മറുത, ഇങ്ങനെ ഒരുപാട് ദേവീദേവന്മാർ, ഒരുപാട് താമസ ദൈവങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം ഇങ്ങനെ എന്താ പറയുന്ന കാളി പൂജ, ദുർഗാ പൂജ, ചാമുണ്ഡി പൂജ, ഇങ്ങനെ ശക്തികളെ, അതായത് ശിവന്റെ ആണല്ലോ ശക്തി, ശിവശക്തികളെ ആരാധിക്കുന്നു. ഇതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. അത് വിഷ്ണു ഊർജത്തിന്റെ നേരെ എതിർ ഊർജമാണ്. വിഷ്ണു ഊർജം എന്ന് പറയുന്നത് പോസിറ്റീവ് ഊർജ്ജമാണ്. അവിടെ നമ്മൾ ദൈവത്തെ നേരിട്ട് ആരാധിക്കുകയാണ്. വിഷ്ണുവിനെ നേരിട്ട് ആരാധിക്കുമ്പോൾ അതിൽ കൂടി നമുക്ക് പോസിറ്റീവ് ഊർജവും, വിഷ്ണു ഭഗവാൻ തന്നെയായ ശിവഭഗവാനെ മറ്റ് സമ്പ്രദായങ്ങളുടെ കൂടെ ആരാധിക്കുന്നത് മൂലം അതിവിടെ നമുക്ക് നെഗറ്റീവ് ഊർജ്ജമാണ് കിട്ടുന്നത്. സത്യത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഊർജ്ജം എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതായത് ഒരു നാണയത്തിന് എപ്പോഴും രണ്ട് വശം ഉണ്ടാവും. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്. അതിപ്പോൾ ഒരു ആരാധന മോശമാണെന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 3 തരം ആരാധനകളാണ്. ഇതാരും മോശമാക്കാനൊന്നുമല്ല, ഉള്ള സത്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സാത്വികമായ ആരാധന, പവിത്രമായ ശുദ്ധമായ ആരാധനയാണ് വിഷ്ണു ആരാധന. അവിടെ ഒരു ആചാരങ്ങളും അനാചാരങ്ങളും ഇല്ല. രണ്ടാമത്തെ ബ്രഹ്മ ആരാധനയാണ്. അതിലെ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്നതാണ്. മൂന്നാമത്തേത് ശിവാരാധനയാണ്. അതിൽ ഒരുപാട് ആചാര അനാചാരങ്ങളുണ്ട്. ഈവൻ അതിനകത്താണ് ഈ അഘോരികളുടെ പൂജ പോലും നടക്കുന്ന അഘോരികളുടെ ആചാരങ്ങൾ. അവർ ശ്മശാനത്തിലിരിക്കും, ശ്മശാന ഭസ്മം ദേഹത്ത് പൂശി അവരുടെ ആരാധന നടത്തുന്നു. അതെല്ലാം ശിവാരാധനയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇതൊന്നും വിഷ്ണു ആരാധനയുള്ളതല്ല. പണ്ട് തൊട്ടേ ശിവാരാധനയും വിഷ്ണു ആരാധനയും രണ്ട് വഴിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് രണ്ടും പാരലായിട്ട് പോകുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 3 ആരാധനകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഇതിന് ചുവട് പറ്റിയാണ് എല്ലാ മതങ്ങളും ജീവിക്കുന്നത്. സകല മതങ്ങളും ഈ 3 മതങ്ങളിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന് ക്രിസ്തു മതം ദൈവത്തെ നേരിട്ട്, പിതാവായ ഭഗവാൻ മഹാവിഷ്ണുവിനെ നേരിട്ട് ആരാധിക്കുന്നതാണ് ക്രിസ്തു മതം. അവിടെ ഡയറക്റ്റായിട്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു. രണ്ടാമത്തേത് ഹിന്ദു മതമാണ്. ഹിന്ദു മതത്തിലെ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്ന അഹം ബ്രഹ്മാസ്മി, എല്ലാ ബ്രഹ്മത്തിനെ മുഴുവൻ ആരാധിക്കുന്ന രീതിയാണ് ഹിന്ദു മതം. അതാണ് സനാതന ധർമ്മത്തിലെ എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളും ആരാധനകളും ചെയ്യുന്നതാണ് ഹിന്ദു മതം. മൂന്നാമത്തേത് ഇസ്ലാം മതമാണ്. അവിടെ ശിവന്റെ ആരാധനയാണ് അവിടെ നടക്കുന്നത്. അതായത് സംഹാരമൂർത്തിയായ ശിവന്റെ അവിടുത്തെ ചന്ദ്രക്കല, നക്ഷത്രം, ശിവലിംഗം, അതായത് മക്കയിൽ ശിവലിംഗം ഉണ്ട്, അവിടെ ശിവാരാധന നടത്തുന്നുണ്ട്. അതുപോലെ ലിംഗാഗ്രഛേദനം, ഇതെല്ലാം ശിവാരാധനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാർക്കും തർക്കിച്ച് ജയിക്കാൻ പറ്റത്തില്ല, ഇതാർക്കും ഖണ്ഡിക്കാനും പറ്റില്ല. ഇതൊരു സത്യമാണ്. അപ്പം 3 തരം ആരാധനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.